ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പത്രമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അഭിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് അനഘയോട് പറയുകയാണ്, നീ ഇനി ഒരിക്കലും ചലിക്കിലടിക്കുക. അഥവാ നീ ചലിക്കുകയാണെങ്കിൽ നിൻ്റെ ചലനം ഞാൻ നിർത്തും, നിൻ്റെ ഹൃദയത്തിൻ്റെ ചലനം ഞാൻ നിർത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോവാണ്. ഈ സമയം നമ്മുടെ ആദർശാണെങ്കിൽ നയനയോട് പറയുകയാണ്, ഈ അനന്തപുരി തറവാട്ടിലേക്ക് അനിയുടെ ഭാര്യയായിട്ട് വന്നത് ഒരു വിശ്വത്താണല്ലോ നയനെ. അത് കേട്ട ശേഷനാണെങ്കിൽ നയന പറയാണ് ആദർശനോട്, അന്നും ഈ മകൾക്ക് ആ അമ്മ തന്നെയല്ലേ കൂട്ടിനുണ്ടായിരുന്നത്. അത് കേട്ട തന്നെയാണ് ആദർശ് പറയാണ്, അനിയെങ്ങാനും ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കണത് അത് അനിയായിരിക്കും എന്ന് ആദർശ് നയനോട് പറയാണ്. അനാമികയുടെ വഴിവിട്ട ആ ഒരു ബന്ധം ദേവയാനി കാറിൽ വരുമ്പോൾ കണ്ടു. ദേവയാനി കണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ നയനടുത്തും ആദർശിനോടും പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദർശ് നയനയോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണത്. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത്, നയനയാണെങ്കിൽ നവ്യയുടെ കൊച്ചിനെ എടുത്തിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ജാനകി വന്നിട്ട് വളരെ മോശമായിട്ട് പറയുകയാണ്, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പൊതുവേ പ്രസവിക്കാനൊന്നും താല്പര്യമില്ല. ആരെങ്കിലും പ്രസവിച്ച കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എടുത്തിട്ട് ലാളിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ കളിയാക്കിയിട്ട് നയനെ കുത്തി പറയുകയാണ്. അത് കേട്ട വശം തന്നെയാണെങ്കിൽ നയന പറയുകയാണ് ജാനകിയോട്, സ്വന്തം കുഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അമ്മയാവാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അവളെയൊന്നും ഒരിക്കലും പെണ്ണ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അനാമികയ്ക്കുള്ള ഒരു കൊട്ടു കൊടുത്താൽ കേട്ടോ ജാനകിക്ക്. അങ്ങനെയുള്ള ആളുകൾ എന്തായാലും സ്വന്തം സുഖം മാത്രം തേടി നടക്കുന്ന ആളുകളായിരിക്കും എന്ന് ജാനകിയോട് പറയുകയാണ്. എന്തായാലും ജാനകിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ജാനകിയുടെ വയറങ്ങോട്ട് നിറഞ്ഞു സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഒരു കൊച്ചു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ.